കേരള നിയമസഭാ സമ്മേളനം ഇന്ന് വീണ്ടും തുടങ്ങുകയാണ്. അതായത് നിയമസഭ വീണ്ടും ചേരുകയാണ്. ഇന്നത്തെ പ്രധാന അജണ്ട എന്തായിരിക്കുമെന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബഡ്ജറ്റിന് മേലുള്ള ചർച്ചയായിരിക്കും. ഈ ബഡ്ജറ്റിന് മേലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ മറുപടികൾ മുഖ്യമന്ത്രി പ്രധാനമായും പറയേണ്ടി വരും. കാരണം ധനകാര്യമന്ത്രിയും അദ്ദേഹം തന്നെയാണ്. പ്രധാന പ്രശ്നം മദ്യനയമാണ്. മദ്യനയത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. LDFിനോട് വേണമെങ്കിൽ അവരുടെ കാലത്തെടുത്ത തീരുമാനമാണത്, തങ്ങൾ പിന്തുടരുന്നേ ഉള്ളൂ എന്ന് VD സതീശന് പറഞ്ഞു നിൽക്കാം. പക്ഷേ ഇപ്പോൾ പുതിയ വിവാദങ്ങളുണ്ടായിരിക്കുന്ന ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലും ഒരല്പം കൊള്ളിച്ച് VD സതീശന് നേരെ ഒരു ഒളിയമ്പ് അയച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ മന്ത്രിസഭ ചേർന്നാണ് എടുക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭ എടുത്തിട്ടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് പലർക്കും VD സതീശൻ ഇങ്ങനെ ഏകപക്ഷീയമായി ഇത്തരം ചില തീരുമാനങ്ങൾ എടുത്തതിൽ അസന്തുഷ്ടരാണ് പലരും, അല്ലെങ്കിൽ അത്തരത്തിലൊരു അസ്വാരസ്യം പലർക്കുമുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇനി ഒരു മറുവശം, VM സുധീരനെ പോലെയുള്ളവർ ഇത്തരത്തിലുള്ള നയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം, അല്ലെങ്കിൽ ആ തീരുമാനം പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് വരെ എഴുതി കഴിഞ്ഞു. VM സുധീരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രചരിക്കുന്നൊരു പ്രതിച്ഛായ ആദർശധീരനായ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളതാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എല്ലാ കാലത്തും അധികാര കേന്ദ്രങ്ങളോട് അടുത്ത് നിൽക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് VM സുധീരൻ. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം, മെയ് 4 തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ച് UDF വൻ വിജയം നേടി കുറച്ച് ദിവസങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിനുശേഷം VD സതീശൻ്റെ പേര് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച് അത് പരക്കെ അംഗീകരിക്കപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ അതാണ് VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം, അന്ന് വൈകുന്നേരമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഒരുവിധപ്പെട്ട എല്ലാ വീഡിയോകളും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. VD സതീശന് പിന്നിൽ, മാധ്യമങ്ങളോട് സംസാരിക്കുന്ന VD സതീശന് പിന്നിലോ അല്ലെങ്കിൽ VD സതീശന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന പ്രധാന സംഘങ്ങളുടെ കൂട്ടത്തിലോ മുൻപന്തിയിൽ VM സുധീരനും തൊട്ടടുത്ത് VT ബൽറാമും കാണും. അവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പല വീഡിയോകളിൽ. പിറ്റേ ദിവസം മുതൽ ഇവർ രണ്ടുപേരും അപ്രത്യക്ഷരാണ് VD സതീശൻ്റെ അനുചരവൃന്ദങ്ങളിൽ നിന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനം പിന്നീടുള്ള ദിവസങ്ങളിൽ VD സതീശൻ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ അതിൻ്റെ അവാന്തര വിഭാഗങ്ങളിലോ ഇരുവർക്കും നൽകപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയപരമായി അതിനെ കാണുകയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും VD സതീശൻ ഒഴിവാക്കി. അതിനു മുൻപ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സ്ഥാനത്തിന് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു